64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി ജർമ്മൻ ടെക്നോളജിയിൽ ഒരുങ്ങുന്ന പന്തലുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. അച്ഛനും മകളും അടങ്ങുന്ന ഒരു വലിയ സംഘമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ. കാറ്റത്തെളുകാത്ത, തീപിടിക്കാത്ത അതീവ സുരക്ഷയുള്ള സംവിധാനങ്ങളാണ് പന്തലുകളുടെ പ്രത്യേകത. തിരുവനന്തപുരം സ്വദേശി വിജയകുമാറും ആർക്കിടെക്ചറായ മകൾ ഗ്രീഷ്മയുമാണ് ആധുനിക സംവിധാനങ്ങളോടെയുള്ള പന്തലുകൾ നിർമ്മിക്കുന്നത്. SV ഡെക്കറേഷൻസ് എന്ന സ്ഥാപനത്തിലൂടെ വേദി നിർമ്മാണ രംഗത്ത് തരംഗം തീർക്കുകയാണ് ഇവർ. സുരക്ഷ മെയിൻ പോളിസിയാക്കിയാണ് പന്തലുകളുടെ നിർമ്മാണം. കാറ്റ് വീശിയാൽ ഇളകാത്ത, എന്ത് സാഹചര്യമുണ്ടായാലും തീപടരാത്ത സംവിധാനം. ഇത് ജർമ്മൻ സ്ട്രക്ചറാണ്. കൊടുങ്കാറ്റ് നിന്നാലും ഈ സ്ട്രക്ചർ അനങ്ങത്തില്ല. തീ ഫയറിംഗ് ഉണ്ടായപ്പോലും കത്തത്തില്ല. അതുപോലെ ഇതെല്ലാം ഇതിൻ്റെ സ്ട്രെങ്താണ്. ജർമ്മൻ ടെക്നോളജിയിൽ ലോസ്ബർഗ് എന്നുള്ള കമ്പനിയുടെ ഒരു ഇതാണ്. അത് ആദ്യമായിട്ട് ജർമ്മൻ പന്തലിറക്കിയത് ലോസ്ബർഗ് എന്നുള്ള കമ്പനിയാണ്. അപ്പോൾ അവരെ സർട്ടിഫിക്കറ്റ് തന്നെ അങ്ങനത്തെ ആ രീതിയിലാണ് തന്നിരിക്കുന്നത്. സുരക്ഷയോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ നിർമ്മിക്കാവുന്ന സംവിധാനമാണ് ജർമ്മൻ പന്തലുകൾ. മറ്റൊരു പ്രത്യേകത വേദികളിൽ ചൂട് കുറവായിരിക്കും എന്നതാണ്. പന്തലുകൾ അഴിച്ചുമാറ്റാനും താരതമ്യേന എളുപ്പമാണ്. വിജയകുമാറും മകൾ ഗ്രീഷ്മയും ഭർത്താവ് ഹരിശങ്കറും വിശ്രമമില്ലാതെ പന്തൽ പണിയുടെ നിർമ്മാണത്തിൽ സജീവമാണ്. സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടും ഇതിൽ കൂടുതൽ വ്യൂ കുട്ടികൾക്ക് കാഴ്ച ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് വേദികൾ എല്ലാ സ്ഥലത്ത് നിന്നാലും കാണാൻ പറ്റും എന്നൊരു ഓപ്ഷനൊക്കെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു അഭിപ്രായമാണ് ജർമ്മൻ സ്ട്രക്ചറിൽ തന്നെ പോകാം. കാരണം 45 വർഷമായിട്ട് ഈ ഫീൽഡിലാണ് അച്ഛൻ്റെ ബിസിനസ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിതൊരു 10 വർഷമായിട്ട് ഈ ജർമ്മൻ ടെക്നോളജിയിലാണ് പല വേദികളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കലോത്സവത്തിൽ എന്തുകൊണ്ട് ജർമ്മൻ തന്നെ വീണ്ടും യൂസ് ചെയ്യാം? കാരണം അത് കുറച്ചുകൂടി ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ആൾക്കാർക്ക് ഇരിക്കാം. ഈ പറയുന്ന ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ട് നമ്മുടെ സിസ്റ്റംസും അല്ലെങ്കിൽ നമ്മുടെ വർക്കും അതിനനുസരിച്ച് മാറണം എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ അതിലേക്കൊരു തിരിഞ്ഞത്. 200-ലധികം തൊഴിലാളികൾ 25 വേദികളുടെ നിർമ്മാണത്തിന് പിന്നിൽ ജോലി ചെയ്യുന്നുണ്ട്. പ്രധാന വേദി മാത്രം GI ഷീറ്റ് ഹാങ്ങർ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. പ്രധാന വേദി നിർമ്മിക്കുന്നിടത്ത് വലിയ മരങ്ങൾ നിൽക്കുന്നത് കാരണം ഇവിടെ ജർമ്മൻ പന്തൽ നിർമ്മിക്കാൻ സാധിക്കില്ല. കൈരളി ന്യൂസ്, തൃശൂർ.